നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിക്ക് അയൽ സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ കാണും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് നിർണായകമായ ഈ കൂടിക്കാഴ്ച നടക്കുക. രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച തൂഫാൻ വാരിയർ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കടത്തിനെതിരെ അന്തർസംസ്ഥാന തലത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനായി കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ DGPമാരായും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായും ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതു മുതൽ ലഹരി മാഫിയക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത ലഹരി വ്യാപനം ഉണ്ടായിരുന്ന പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ പദ്ധതിയിലൂടെ ഇതിനോടകം തന്നെ ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുമ്പോൾ ലഹരി വ്യാപനം ഇത്രയും ഭീതിജനകമായ അവസ്ഥയിലാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല പറഞ്ഞത്. വെറും 42 ദിവസത്തിനുള്ളിൽ 6,000-ഓളം വെറും 1000 അല്ല 6,000-ഓളം പേരെയാണ് പദ്ധതിയുടെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ചുരുങ്ങിയ കാലയളവിൽ 70 കോടിയിലേറെ രൂപ വില വരുന്ന മാരക ലഹരി മരുന്നുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി എറണാകുളത്ത് സ്കൂൾ ബസ് ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 29 ഡ്രൈവർമാരെ കണ്ടെത്തുകയും ഇവരുടെ ലൈസൻസ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പുതിയ രൂപത്തിലും ഭാവത്തിലും കുട്ടികളെ ലക്ഷ്യമിട്ടെത്തുന്ന ലഹരി മാഫിയകളെ കുറിച്ച് വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണം. വഴിയിൽ വെച്ച അപരിചിതരോ ക്ലാസ്സിൽ സഹപാഠികളോ തരുന്ന മിഠായികൾ വാങ്ങി കഴിക്കരുത്. രാസലഹരി വിതരണം ചെയ്യുന്ന യഥാർത്ഥ ചാരന്മാർ നമുക്കിടയിൽ തന്നെയുണ്ട്. അതിഥി തൊഴിലാളികളെ ലഹരി ഇടപാടുകളിലേക്ക് ചാടിക്കുന്നത് ചില മലയാളികൾ തന്നെയാണ്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ നോക്കുന്ന മനുഷ്യരാണ് ഈ മാഫിയയ്ക്ക് പിന്നിൽ. സ്വന്തം മക്കൾക്ക് ഇവർ ഒരിക്കലും ഈ വിഷം നൽകില്ല എന്ന കാര്യം ഓർക്കുക എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റായി മാറുകയാണ്. എന്തായാലും ചടങ്ങിൽ കായിക വിനോദങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി ഓർമ്മിപ്പിച്ചു. മുൻപ് ബ്രസീൽ ആരാധകനായിരുന്ന താൻ ഇപ്പോൾ അർജന്റീനയുടെ ആരാധകനാണെന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം യുവാക്കളുടെ യഥാർത്ഥ ലഹരി ഫുട്ബോൾ പോലെയുള്ള കായിക വിനോദങ്ങളിലായിരിക്കണമെന്നും കൂട്ടിച്ചേർത്തു. യുവതലമുറ തെളിഞ്ഞ ബുദ്ധിയോടെ ചിന്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നും കേരളത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അവരാണെന്നുമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്.